ഹായ് കൂട്ടുകാരെ, കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഹാർദമായ സ്വാഗതം. ഫോറിൻ വേർഡ്സിന്റെ പാർട്ട് 3 ആണ് ഇന്നത്തെ ക്ലാസ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണണം. കാരണം നിങ്ങൾക്ക് എന്തായാലും ഫോറിൻ വേർഡ്സിൽ നിന്നുള്ള ഒരു മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, നമുക്കൊരു 10-80 എണ്ണം എന്ത് ചെയ്യുക, ഫോറിൻ വേർഡ്സ് പഠിച്ചേക്കുക. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അപ്പോൾ ഈ ഫുള്ള് വീഡിയോ കണ്ട ശേഷം പാർട്ട് 4 പാർട്ട് 5 പറഞ്ഞിട്ട് വരുമല്ലോ, വീഡിയോ ഇടുമല്ലോ. അത് കഴിഞ്ഞിട്ട് ആ ഫുള്ള് എല്ലാ പാർട്ടുകളും കണ്ട ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾ ഫോറിൻ വേർഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫോറിൻ വേർഡ്സിന്റെ പാർട്ട് 3 ആണ് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ബോൺ വോയേജ് എന്താണ്? ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ചു പോവുക കേട്ടോ. നമുക്കത് എന്താണ്, കാരണം നമുക്ക് കുറച്ച് വിഷയങ്ങളെല്ലാം പഠിക്കാനുള്ളത്. കാരണം നമുക്ക് ഇനിയും ഇത് പിന്നെയും വീണ്ടും പഠിച്ചു വരാനുള്ളത്. നമുക്ക് എല്ലാം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ മാത്രം എന്താവും, മതിയാവും. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചിട്ട് പോണ പോലെ ആകരുത് കേട്ടോ. ഈ സബ്ജക്റ്റ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചാലോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബോൺ വോയേജ്. ഇതാണ് ബോൺ വോയേജ്. എന്താണ്? ഹാവ് എ പ്ലസന്റ് ജേർണി. ഹാവ് എ പ്ലസന്റ് ജേർണി ആണ് എന്ത്, ബോൺ വോയേജ്. Carte blanche, unrestricted power to act on one's own. Carte blanche എന്താണ്? Unrestricted power to act on one's own. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് കൂപ്പ് ഡേ ഗ്രേസ്. എന്താണ്? കൂപ്പ് ഡേ ഗ്രേസ്. ഓക്കെ, ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എന്താ പറയാ, ക്ഷമിക്കണം കേട്ടോ. കാരണം ഇത് ഫോറിൻ വേർഡ്സ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മളത് വായിക്കുന്നു. ഓക്കെ, കൂപ്പ് ഡേ ഗ്രേസ് എന്താണ്? ഫിനിഷിംഗ് ബ്ലോ. കൂപ്പ് ഡേ ഗ്രേസ്, ഫിനിഷിംഗ് ബ്ലോ. ഒപ്പം പറഞ്ഞു വരണം കേട്ടോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഒപ്പം ഞാൻ പറയുന്നതിനനുസരിച്ച് ഒപ്പം പറഞ്ഞു വരിക കേട്ടോ. കൂപ്പ് ഡേ ഗ്രേസ്, ഫിനിഷിംഗ് ബ്ലോ. ഫോക്സ് പാസ്. എന്താണ്? ഫോക്സ് പാസ് ഓഫ് എ സോഷ്യൽ ബ്ലെൻഡർ. എ സോഷ്യൽ ബ്ലെൻഡർ, ഫോക്സ് പാസ്. ലെസേഴ്സ് ഫെയർ കേട്ടിട്ടില്ലേ നിങ്ങൾ? ലെസേഴ്സ് ഫെയർ പോളിസിയിലെ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ. എന്താണ്? ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്നും എന്താകുക, ഫ്രീ ആകുക അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ലെസേഴ്സ് ഫെയർ പോളിസിയിലെ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ. ലോക്കസ് സ്റ്റാൻഡി. ലോക്കസ് സ്റ്റാൻഡി എന്താണ്? റൈറ്റ് ടു ഇന്റർഫിയർ. റൈറ്റ് ടു ഇന്റർഫിയർ, ലോക്കസ് സ്റ്റാൻഡി. എന്താണ്? അൽഫ്രെസ്കോ. എന്താണ്? അൽഫ്രെസ്കോ ഇൻ ദ ഓപ്പൺ എയർ. അൽഫ്രെസ്കോ എന്താണ്? ഇൻ ദി ഓപ്പൺ എയർ. ബോൺ ഹോമി. ബോൺ ഹോമി, ഗുഡ് നാച്ചുർഡ് മാൻ. ബോൺ ഹോമി, ഗുഡ് നാച്ചുർഡ് മാൻ. കാറ്റെ ബ്ലാഞ്ചെ. ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സോറി. കാറ്റെ ബ്ലാഞ്ചെ എന്താണ് പറഞ്ഞത്? ഫുൾ പവർ അല്ലെ. അൺറെസ്ട്രിക്റ്റഡ് പവർ ആണ്. അൺറെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഫുൾ പവർ ആണ്. കാറ്റെ ബ്ലാഞ്ചെ പറഞ്ഞാൽ ഫുൾ പവർ. എർഗോ therefore. എർഗോ therefore. എർഗോ എന്താണ്? therefore. ഇടയില് പാർട്ട് 1 പാർട്ട് ഇടയിൽ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർട്ട് 3 പാർട്ട് 4 ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്കത് ഒന്ന് ചെയ്യുക, ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇത് പാർട്ട് 1 പാർട്ട് 2 വായിച്ചതാണല്ലോ, അതെനിക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത്. ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ വീഡിയോ പോയി ഒന്ന് കണ്ടിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇടയിൽ ഓരോ പാർട്ടിൽ കഴിഞ്ഞ പാർട്ടിൽ നിന്നുള്ള ഓരോ ഫോറിൻ വേർഡ്സ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരൂ. ബോൺ വോയേജ്. എന്താണ്? ബോൺ വോയേജ്. ഹാവ് എ pleasant journey. Have a pleasant journey. Carte blanche, unrestricted power to act on one's own. Coupe de grace. Coupe de grace എന്താണ്? Finishing blow. Fox pass, a social blunder. Fox pass, a social blunder. Laissez-faire എന്താണ്? In the state of being free from government control. Locus standi, right to interfere. Locus standi, right to interfere. Alfresco, in the open air. Born homey, good natured man. കാറ്റെ ബ്ലാഞ്ചെ എന്താ പറഞ്ഞത്? അൺറെസ്ട്രിക്റ്റഡ് പവർ അല്ലെ. അപ്പൊ എന്താണ്? ഫുൾ പവർ അല്ലെ. എർഗോ therefore. ഇനി എന്താണ്? അലാം മോഡ്.
എന്താണ് അലാ മോഡ്. അലാ മോഡ് എന്താണ് ഇൻ ദ മാനർ ഓഫ്. അലാ മോഡ് ഇൻ ദ മാനർ ഓഫ്. ഓ ഫെയ്ത്ത് എക്സ്പേർട്ട് ഇൻ എനിത്തിങ് അല്ലെ, വെൽ വേഴ്സ്ഡ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് വെൽ വേഴ്സ്ഡ്. എന്താണ് ഓ ഫെയ്ത്ത് പറഞ്ഞ എന്താണ് എക്സ്പേർട്ട് ആണ് അല്ലെ, എക്സ്പേർട്ട് ഇൻ എനിത്തിങ്. ഓ ഫെയ്ത്ത് എന്താണ് എക്സ്പേർട്ട് ആണ് അല്ലെ എന്തിലെ എനിത്തിങ്, ഇൻ എനിത്തിങ് എല്ലാത്തിനും അല്ലെ, വെൽ വേഴ്സ്ഡ്. ഓൾവിയർ എന്താണ് ഒറേവിയർ, എന്താണ് ഒറേവിയർ ഗുഡ് ബൈ. എന്താണ് ഒറേവിയർ എന്താണ് ഗുഡ് ബൈ അണ്ടിൽ വി മീറ്റ് അഗെയിൻ. ഗുഡ് ബൈ അണ്ടിൽ വി മീറ്റ് അഗെയിൻ. എന്താണ് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പോവാണല്ലേ, എന്ത് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും വി മീറ്റ് അഗെയിൻ വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് എന്ത് ചെയ്യുക ഒറേവിയർ. അപ്പൊ നിങ്ങൾ സ്വയം സങ്കല്പിക്കുക കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും രണ്ടുപേര് തമ്മിൽ കൂട്ടുകാരാണെങ്കിലും ആരെങ്കിലും സംസാരിച്ച് സമയത്ത് ഓക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകില്ലേ, അപ്പൊ നമ്മൾ എന്ത് പറയാ ഒറേവിയർ. ഓക്കെ, അപ്പൊ അതങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും സങ്കല്പിക്കൂ. നിങ്ങൾ ഒരാളിനെ കാണുന്നു, നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് ആ പിക്ചർ വരുത്തു, നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ആരോടാണ് സംസാരിച്ചത് അവരുമായിട്ട് നിങ്ങൾ ഒറേവിയർ പറയൂ. തനിയെ നിങ്ങൾ അവിടെ നിന്ന് ക്ലാസ് കാണുന്ന സമയത്ത് അവിടെ ഇന്ന് തന്നെ പറഞ്ഞു നോക്കൂ. നമുക്ക് എന്താ, നമുക്ക് മാർക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ഈ എന്താ പറയാ അങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ വീട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ടാവും അല്ലേ, എന്താ അവന് പറ്റി അല്ലെങ്കിൽ എന്താ അവൾക്ക് പറ്റി എന്നൊക്കെ തോന്നുന്നു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു മാർക്കാണ് ആവശ്യം അല്ലേ. അപ്പോൾ എന്താണ് ഒറേവിയർ. ഓക്കെ, ഗുഡ് ബൈ അൺടിൽ വി meet again. Neo coram populo in the presence of the people, in the presence of the people openly അല്ലേ. coram populo എന്താണ് coram populo in the presence of the people openly. pro bono publico എന്താണ് pro bono publico for the public good. എന്താണ് for the public good. pro bono publico എന്നാണ് ഇത് ആൻസർ എടുക്കാൻ സാധിക്കണം കേട്ടോ. pro bono publico for the public good, for the public good. ഒന്നുകൂടി നോക്കൂ. അലാമോഡ് in the manner of it, expert in anything, well versed. ഒറേവിയർ സങ്കല്പിക്കൂ ഗുഡ് ബൈ until we meet again. coram populo in the presence of the people openly. Okay അല്ലേ. pro bono publico ആ publico എന്നുള്ളതിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യുക for the പബ്ലിക് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്. കൂട്ടുകാർ എന്തായാലും കാണണേ, നിങ്ങൾ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ചാനലിൽ ഇതുവരെ ഇട്ട ക്ലാസ്സിൽ നിന്നും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്നെങ്കിലും PSC എന്നും ക്വസ്റ്റ്യൻ വിടാത്ത മേഖല ഏതെങ്കിലും ക്ലാസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം അല്ലേ. ഓക്കെ, നിങ്ങളുടെ ഒപ്പം പഠിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്കറിയാം ഏതെല്ലാം PSC എങ്ങനെയൊക്കെയാണ് ഹോട്ട് ടോപ്പിക്കുകൾ PSCയുടെ ഇഷ്ട വിഷയങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ട വിഷയങ്ങൾ എടുത്തിട്ടാണ് A to Z പോയിന്റ് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും കണക്റ്റഡ് ഫാക്ട്സും 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി കണ്ടു നോക്കൂ. നമുക്ക് എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യനും കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റില്ല. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എളുപ്പ വഴിയാണത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും എല്ലാ വീഡിയോയുടെയും ക്ലാസ്സുകൾ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കൂട്ടുകാർ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പെട്ടെന്ന് കാണാൻ കഴിയുമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എൻ്റെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്